എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു എയിംസ് വ്ലോഗ്. ഇന്ന് ഞങ്ങൾ നിങ്ങളുടെ മുൻപിൽ വന്നിരിക്കുന്നത് ഒരുപാട് നാളായിട്ട് എല്ലാവരും ചോദിക്കുന്നതാണ്, ഇംഗ്ലീഷിന് വേക്കൻസി ഉണ്ടോ, ഇംഗ്ലീഷിന് വേക്കൻസി ഉണ്ടോ എന്ന്. അതെ, ഇന്നിപ്പോ മോൾഡീവ്സിലേക്കുള്ള ടീച്ചിങ് വേക്കൻസി ഓപ്പൺ ആയിട്ടുണ്ട്. അതിൽ ഇംഗ്ലീഷും ഉൾപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ആദ്യമായാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പൊ നമുക്ക് ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോയിലേക്ക് പോകാം. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ തന്നെ പല വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് എങ്ങനെയാണ് മോൾഡീവ്സിലേക്കുള്ള ടീച്ചിങ് വേക്കൻസി ഓപ്പൺ ആകുന്നതെന്നും ആപ്ലിക്കേഷൻ അയക്കേണ്ടതെന്നും സെലക്ഷൻ പ്രൊസീജിയർ എങ്ങനെയാണെന്നും. എങ്കിലും ഞാൻ ഒന്ന് ഓടിച്ച് നിങ്ങളോട് പറയാം. ഇപ്പോ മോൾഡീവ്സിലേക്ക് എ ലെവൽ സെക്ഷനിലേക്കാണ് വിളിച്ചിരിക്കുന്നത്. എന്ന് വെച്ചാൽ എ ലെവൽ തന്നെ നിങ്ങൾ പഠിപ്പിക്കണമെന്നല്ല. കാരണം ആ സ്കൂളിലെ വേക്കൻസി അനുസരിച്ച് സംടൈംസ് നിങ്ങൾ ഓ ലെവലും അത് പ്രൈമറിയിലും സെക്കൻഡറി ലെവലിലും ഒക്കെ പഠിപ്പിക്കേണ്ടി വരും. എങ്കിലും വേക്കൻസി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് എ ലെവൽ ടീച്ചേഴ്സിനുള്ള വേക്കൻസി എന്ന് പറഞ്ഞിട്ടാണ് വേക്കൻസി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അത് ഫസ്റ്റ് കാര്യം പറയാനുള്ളത്. പിന്നെ നിങ്ങൾക്ക് ഓൾറെഡി ഞാൻ പറഞ്ഞു വീഡിയോ പ്രൊസീജിയർ എങ്ങനെയാണെന്നൊക്കെ ഉള്ളത് പല വീഡിയോയിലും ചെയ്തിട്ടുണ്ടെന്നുള്ളത്. അപ്പോ ഒന്നുകൂടി നിങ്ങൾക്ക് ഒന്ന് റിവൈൻഡ് ചെയ്ത് കേൾക്കാൻ വേണ്ടിയിട്ട് ഞാൻ പറയുവാണ്. ഇപ്പോ വേക്കൻസി ഓപ്പൺ ചെയ്തിരിക്കുന്നത് ഏജൻസി ത്രൂ ആണ്. അപ്പൊ ഏജൻസി ത്രൂ ആണ് അവർ ഇന്റർവ്യൂ പ്രോസസ്സിംഗ് എല്ലാം നടത്തുന്നത്. അപ്പൊ നിങ്ങൾ ആദ്യമേ ചെയ്യേണ്ടത് ഒരു ഏജൻസി സെലക്ട് ചെയ്യുക. ജെനുവിൻ ആണെന്ന് ഉറപ്പ് വരുത്തേണ്ടത് നിങ്ങളുടെ മാത്രം കടമയാണ്. കാരണം ഒരുപാട് പറ്റിക്കൽ നടക്കുന്നതാണ്. നമ്മൾ പല ഇൻസിഡൻസും സോഷ്യൽ മീഡിയ വഴി കേൾക്കുന്നുമുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ തന്നെ ഒരു ഏജൻസി സെലക്ട് ചെയ്യുക. ഇതൊരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ആയതുകൊണ്ട് തന്നെ ഒരുപാട് പേര് ഏജൻസി സെലക്ട് ചെയ്തതാ എന്നൊക്കെ പറഞ്ഞ് വീഡിയോയുടെ താഴെ കമന്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ ഞാനിവിടെ വർക്ക് ചെയ്യുന്നത് കൊണ്ട് തന്നെ എനിക്കും കുറച്ച് റെസ്ട്രിക്ഷൻസ് ഉണ്ട്. എങ്കിലും നിങ്ങൾക്ക് എന്തെങ്കിലും വേറെ ഹെൽപ്പ്, ഐ മീൻ ഇന്റർവ്യൂ അല്ലെങ്കിൽ പ്രോസസ്സിനെ കുറിച്ചൊക്കെ നിങ്ങൾക്ക് അറിയാനായിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ യൂട്യൂബ് മെമ്പർഷിപ്പ് എടുക്കാം. മെമ്പർഷിപ്പ് എടുക്കുമ്പോൾ നമ്മുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് കിട്ടും. ആ കോൺടാക്ട് ഡീറ്റെയിൽസ് എടുക്കുന്നവർക്ക് നമ്മൾ നമ്മുടെ ഇന്റർവ്യൂ പ്രൊസീജിയറും നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന എല്ലാ ഹെൽപ്പും നിങ്ങൾക്ക് ചെയ്തു തരുന്നതാണ്. ഒരുപാട് പേര് അങ്ങനെ മെമ്പർഷിപ്പ് എടുത്ത് നമുക്ക് താങ്ക്സ് ഒക്കെ അയക്കാറുണ്ട് മെസ്സേജ് ആയിട്ട്. അത് ഞാൻ ഫോഴ്സ് ചെയ്യുമല്ല, നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം. എൻ്റെ ഇന്റൻഷൻ നിങ്ങൾ ചതിയിൽ വീഴാതിരിക്കാനായിട്ട് നിങ്ങൾക്ക് വേക്കൻസി ഓപ്പൺ ചെയ്യുമ്പോൾ പറഞ്ഞു തരിക, അത് മാത്രമാണ്. പിന്നെ ഹെൽപ്പ് വേണമെങ്കിൽ മാത്രമാണ്. ഞാൻ പറഞ്ഞല്ലോ കുറച്ച് റെസ്ട്രിക്ഷൻസ് ഉള്ളത് കൊണ്ടാണ് നിങ്ങൾക്ക് മെമ്പർഷിപ്പ് എടുത്താൽ ഞാൻ ഹെൽപ്പ് ചെയ്യാം. പക്ഷെ അത് ഏജൻസി സെലക്ട് ചെയ്യാനല്ല. കാരണം ഒരുപാട് ഏജൻസി മോൾഡീവ്സിന്റെ ഈ ടീച്ചിങ് വേക്കൻസിയുടെ റിക്രൂട്ട്മെന്റ് നടത്തുന്നുണ്ട്. അപ്പൊ നമ്മൾ ഒരാളെ സപ്പോർട്ട് ചെയ്യുമ്പോൾ മറ്റുള്ളവർക്ക് അത് ഒരു പ്രശ്നമാകും. അതുകൊണ്ടാണ് ഞാൻ ഒരു പർട്ടിക്കുലർ ഏജൻസിയുടെ പേര് പറയാത്തത്. അത് നിങ്ങൾക്ക് തന്നെ അന്വേഷിച്ചാൽ കണ്ടുപിടിക്കാവുന്നതേ ഉള്ളൂ. ഓർക്കെല്ലാം മെമ്പർഷിപ്പ് ഉള്ളവരാണെന്നൊക്കെ ഉറപ്പുവരുത്തുക. അപ്പൊ ഇതാണ് ഏജൻസിയെ കുറിച്ച് പറയാനുള്ളത്. ഏജൻസിക്ക് നിങ്ങൾ ഒരു ലിങ്ക് തരും. ആ ലിങ്കിലൂടെ നിങ്ങൾ ഫില്ല് ചെയ്യുക. ആ ലിങ്ക് എങ്ങനെയാണ് ഫില്ല് ചെയ്യേണ്ടെന്നൊരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. ആ ലിങ്ക് ഫില്ല് ചെയ്തതിന് ശേഷം മോൾഡീവ്സിലേക്ക് അത് ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മുടെ വേക്കൻസിയുടെ ആ ഒരു ഇതനുസരിച്ച് നമ്മൾ സെലക്ട് ചെയ്യുന്ന വേക്കൻസിയുടെ ഇതനുസരിച്ചിട്ട് അത് ഷോർട്ട് ലിസ്റ്റ് ചെയ്യും. ആ ഷോർട്ട് ലിസ്റ്റ് ചെയ്ത കാൻഡിഡേറ്റ്സിന് മാത്രമാണ് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പറ്റുക. കഴിഞ്ഞിടക്ക് ഒരു ഇന്റർവ്യൂ കഴിഞ്ഞായിരുന്നു കുറച്ച് സബ്ജക്റ്റുകൾക്ക് വേണ്ടിയിട്ട്. അപ്പൊ ഫസ്റ്റ് കാര്യം എന്ന് പറയുമ്പോൾ ലിങ്ക് ഫില്ല് ചെയ്യുക, സബ്മിറ്റ് ചെയ്യുക. രണ്ടാമതെന്ന് പറയുമ്പോൾ ഒരു ഷോർട്ട് ലിസ്റ്റ് വരും. ഷോർട്ട് ലിസ്റ്റ് വന്നതിന് ശേഷം ഇന്റർവ്യൂവിന് വേണ്ടി നിങ്ങൾ പ്രിപ്പയർ ചെയ്യുക, ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുക. ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തതിന് ശേഷം ആണ് റാങ്ക് ലിസ്റ്റ് വരുന്നത്. ആ റാങ്ക് ലിസ്റ്റിലുള്ളവർക്കാണ് അപ്പോയിന്റ്മെന്റ് കിട്ടുക. ആ അപ്പോയിന്റ്മെന്റ് കിട്ടുമ്പോൾ എല്ലാവർക്കും അല്ല. കാരണം വേക്കൻസി റിപ്പോർട്ട് ചെയ്യുന്നതിനനുസരിച്ചിട്ടാണ് വേക്കൻസി അപ്പോയിന്റ്മെന്റ് നടക്കുക. പിന്നെ ഒരു കാര്യം എടുത്തു പറയാനുള്ളത് എന്തെന്ന് വെച്ചാല് കൂടുതൽ വേക്കൻസി ഓപ്പൺ ആവാൻ ചാൻസ് ഉള്ളതാണ്. കാരണം നെക്സ്റ്റ് ഇയർ ഇപ്പൊ പുതിയ ഗവൺമെന്റിന്റെ നയം അനുസരിച്ച് +1 +2 കമ്പൽസറി ആക്കിയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്പൊ +1 ആണ് മിക്ക സ്കൂളിലും ഓപ്പൺ ആയിരിക്കുന്നത്. ഒബ്വിയസ്ലി നെക്സ്റ്റ് ഇയർ വരുമ്പോൾ +2 കൂടി ഓപ്പൺ ആകും. അപ്പോൾ ഒരുപാട് വേക്കൻസി ഓപ്പൺ ആവാനും ചാൻസ് ഉണ്ട്. ഇത്രയുമാണ് എനിക്കൊരു ഇൻട്രോ എന്ന രീതിയിൽ നിങ്ങളോട് പറയാനുള്ളത്. ഇനി ഏതൊക്കെ സബ്ജക്റ്റ് ആണ് വേക്കൻസി എന്നുള്ളത് ജെന്നി പറഞ്ഞുതരും. Accounting, English literature, statistics, chemistry, economics, Cambridge Advanced English, travel and tourism, computer science, psychology, biology, physics, mechanics, business studies, BTech hospitality. ഒന്നുകൂടി ജെന്നി വായിച്ചു തരാം, കാരണം ക്ലിയർ ആവാൻ വേണ്ടിയിട്ടാണ്. Accounting, English literature, statistics, chemistry, economics, Cambridge Advanced English,
travel and tourism, computer science, psychology, biology, physics, mechanics, business studies, BTech hospitality. അപ്പോൾ ഓൾമോസ്റ്റ് എല്ലാ സബ്ജക്റ്റിനും തന്നെ ഇപ്പൊ വേക്കൻസി ഓപ്പൺ ആയിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ക്വാളിഫൈഡ് ആണോ, നിങ്ങൾക്ക് മോൾഡീവ്സിൽ വർക്ക് ചെയ്യാൻ ആഗ്രഹമുണ്ടോ എങ്കിൽ നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാവുന്നതാണ്. പിന്നെ നിങ്ങളുടെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നമ്മുടെ വീഡിയോയുടെ താഴെ കമന്റ് ചെയ്ത് ചോദിച്ചാൽ ഞങ്ങൾക്ക് അറിയാവുന്ന രീതിയിൽ നമ്മൾ റിപ്ലൈ തരുന്നതാണ്. അപ്പൊ ഇന്നത്തെ വീഡിയോയിലൂടെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഇത്രയും കാര്യമാണ്. സോ ബൈ, ടേക്ക് കെയർ.